ഹേ ഗായ്സ്, വെൽക്കം ടു പേസ്റ്റൽ പാലറ്റ്. അപ്പം ഇന്നത്തെ വീഡിയോയ്ക്ക് രണ്ട് പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഒരു ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ആണ്. പിന്നെ നമ്മളുടെ ഗീവ് അവേൻ്റെ റിസൾട്ട് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് അനൗൺസ് ചെയ്യും. നമ്മൾ കമൻറ്റ് പിക്കർ യൂസ് ചെയ്തിട്ടാണ് എല്ലാ വിന്നേഴ്സിനെയും സെലക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ആസ് യൂഷ്വൽ നമ്മൾ ഈ ഷോപ്പിംഗും കാര്യങ്ങളൊക്കെ ചെയ്തത് കാലിക്കറ്റ് എജുമാർട്ട്. പിന്നെ എൻ്റെ സ്കൂൾ ലൈഫൊക്കെ ഓൾറെഡി കഴിഞ്ഞതാട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ ബാക്ക് ടു സ്കൂൾ വീഡിയോ ആണ് ഇത് ശരിക്കും. പിന്നെ ഇവിടെ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ആവശ്യമുള്ള സാധനങ്ങളായിരിക്കും. എന്തിനു പറയാൻ അവിടെ ഇരുന്നൊരു പ്ലാന്റ് വരെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയി. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിയെന്ന് കാണിച്ചു. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ബേജ് ആൻഡ് ടീൽ കളറിൽ വരുന്ന ഒരു ബാഗാണ് വാങ്ങിയത്. ഇത് സ്പേസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആണ്. പിന്നെ ഇതിലൊരു 4 കമ്പാർട്ട്മെൻറ്റ്സ് വരുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 1500 സംതിങ്. ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കി നോട്ട്സും ഫ്ലാഗ്സും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഇത് മൂന്നും എൻ്റെ സിസ്റ്റർ. പിന്നെ ഈ ഒരു ബേജ് കളറിൽ വരുന്ന അംബ്രല്ല വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ഇത് UV പ്രൊട്ടക്ഷൻ ഒക്കെ തരും. പിന്നെ നമ്മളൊരു ലഞ്ച് ബോക്സ് വാങ്ങിയിരുന്നു. ഇതും നമ്മളുടെ ബാഗിനോട് ഏകദേശം ഒക്കെ മാച്ച് ചെയ്യും. പിന്നെ കുറച്ച് ക്ലാസ്മേറ്റ്സിൻ്റെ ബുക്സ് ഉണ്ട്. ഇത് നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു 10 പീസസ് വരുന്ന ബുക്ക് കവർ വാങ്ങിയിട്ടുണ്ട്. ഈ ബുക്ക് കവർ വെച്ചിട്ടാണ് നമ്മൾ ആ ബുക്സ് ഒക്കെ കവർ ചെയ്തത്. പിന്നെ 2 ഫയൽ വാങ്ങിയിട്ടുണ്ട്. ഒന്ന് എനിക്കും ഒന്ന് എൻ്റെ സിസ്റ്ററിനും. ഇതാണ് എൻ്റെ സിസ്റ്ററിൻ്റെ ആൻഡ് ഈ ഒരു ഗ്രീൻ വണ്ണാണ് എൻ്റെത്. പിന്നെ ഈ 2 സ്റ്റിക്കി നോട്ട്സ് ആണ് ഞാൻ വാങ്ങിയത്. എൻ്റെ കയ്യിൽ ഓൾറെഡി ഫ്ലാഗ്സ് ഉണ്ടായതുകൊണ്ട് ഞാൻ ഫ്ലാഗ്സ് വാങ്ങിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ പിങ്ക് വണ്ണിന് 75 റുപ്പീസ്, പിന്നെ റൂൾഡ് ആയിട്ടുള്ളതിന് 90 റുപ്പീസും ഈ ഫ്ലാഗ്സിന് 60 റുപ്പീസുമാണ്. ഇത് നമ്മൾ 3 ആൾക്കും പെൻസിൽ കേസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതെനിക്കും ഇതിൻ്റെ ബ്ലൂ വൺ എൻ്റെ ചേച്ചിക്കും പിന്നെ പിങ്ക് വൺ എൻ്റെ അനിയത്തിക്കുമാണ് വാങ്ങിയത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 700 സംതിങ്. പിന്നെ വാട്ടർ ബോട്ടിൽ നമ്മൾ ഈ ഒരു പോൾക്കഡോട്ട് പ്രിൻ്റ് ഉള്ളതാണ് കേട്ടോ വാങ്ങിയത്. ആൻഡ് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 800 സംതിങ്. പിന്നെ കുറച്ച് ബ്ലൂ ആൻഡ് ബ്ലാക്ക് ബോൾ പെൻസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ജെൽ പെൻസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ബ്ലൂ കളറാണ്. പിന്നെ ഇത് ഒരു 4 കളേഴ്സ് വരുന്ന ഒരു പെന്നാണ്. പിന്നെ പെൻസിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ അധികം ഒന്നും വാങ്ങിയിട്ടില്ല. കുറച്ച് ഡ്രോയിങ് പെൻസിൽസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഡോംസിൻ്റെ ഗ്രാഫൈറ്റ് പെൻസിൽസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരു 125 റുപ്പീസ്. പിന്നെ നമ്മുടെ കയ്യിൽ വേറെയും കുറച്ച് പെൻസിൽസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ അധികം ഒന്നും വാങ്ങിയില്ല എന്ന് പറഞ്ഞത്. പിന്നെ നമ്മുടെ യൂഷ്വൽ ഐറ്റം ആണല്ലോ വാഷി ടേപ്പ്. അപ്പോൾ അതെങ്ങനെ വാങ്ങാതിരിക്കുക. അപ്പം നമ്മൾ കുറച്ച് വാഷി ടേപ്സും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വാഷി ടേപ്സിനൊക്കെ വെറും 25 റുപ്പീസ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ 0.5ൻ്റെയും 0.7ൻ്റെയും കുറച്ച് ലെഡ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു ബോട്ടിലും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും എൻ്റെ അമ്മ വാങ്ങിയതാണ്. പിന്നെ എൻ്റെ വീഡിയോയിൽ കാണിച്ചു തന്നേ ഉള്ളൂ. പിന്നെ ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് നമ്മളുടെ ഗ്ലൂ സ്റ്റിക്ക് ആണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടില്ല. പിന്നെ നമ്മൾ ഈ ഒരു കുറോമിൻ്റെ മെക്കാനിക്കൽ ഇറേസർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു നോർമൽ ആയിട്ടുള്ളൊരു മെക്കാനിക്കൽ ഇറേസറും വാങ്ങിയിട്ടുണ്ട്. ഇത് കളർ പെൻസിൽസ് ആണെന്ന് വിചാരിച്ചെടുത്താൽ കേട്ടോ. പക്ഷേ ഇതിൽ വെറും ബ്ലാക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ എന്തായാലും റിട്ടേൺ ഒന്നും ചെയ്യാൻ വയ്യ. പിന്നെ നമ്മൾ 2 മെക്കാനിക്കൽ പെൻസിൽസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ലഞ്ച് ബോക്സ്, ഇത് കണ്ട ഒരു നൊസ്റ്റാൾജിക് ഫീലൊക്കെ കിട്ടുന്നതുകൊണ്ട് എൻ്റെ അമ്മ വാങ്ങിയതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ 2 പാക്ക് മോൾഡിറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പൈപ്പ് ക്ലീനേഴ്സും പോംപോംസും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ടാട്ടോ. പിന്നെ ഒരു ബ്ലാക്ക് ലൈനർ പെന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഡബിൾ സൈഡഡ് ടേപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെത് കഴിയാനായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഗിഫ്റ്റൊക്കെ റാപ്പ് ചെയ്യാൻ പറ്റിയ കുറച്ച് പേപ്പേഴ്സാണ്. അത്യാവശ്യം നല്ല കട്ടിയുള്ള 2 ചാർട്ട് പേപ്പേഴ്സ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്ട്രോബെറി പ്രിൻ്റ് ഉള്ള ഒരു പേപ്പറും വാങ്ങിയിട്ടുണ്ട്. ഇത് ബാക്ക് ടു സ്കൂൾ ഐറ്റം ഒന്നുമല്ല, എന്നാലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് നോസ് സ്ട്രിപ്സ് വാങ്ങിയിട്ടുണ്ട്. ഇനി ഒരു ലേസ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ഷാർപ്നർ കൂടിയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, ഇന്ന് നമുക്ക് നമ്മളുടെ ഗീവ് അവേ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാം. പിന്നെ ഏകദേശം ഒരു 1.8K കമൻസോളം വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിന് ഒരു 10 വിന്നേഴ്സിന് മാത്രമാണ് നമ്മളുടെ ഗിഫ്റ്റ് കിട്ടുന്നത്. ഇതിൽ നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യാൻ കമൻറ്റ് പിക്കറാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൈവ് റിസൾട്ട് കാണാം. അപ്പോൾ ഈ 10 പേരാണ് നമ്മളുടെ ബാക്ക് ടു സ്കൂൾ ഗീവ് അവേ വിൻ ചെയ്തിട്ടുള്ളത്. എൻ്റെ Instagram ID ഞാൻ കമൻറ്റിൽ പിൻ ചെയ്യാം. എനിക്കൊരു ഹായ് അയച്ചാൽ മതി. പിന്നെ നിങ്ങളുടെ കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടും കൂടി സെൻഡ് ചെയ്യണം. പിന്നെ ഗിഫ്റ്റ് കിട്ടാത്തവർ ആരും വിഷമിക്കേണ്ട. ഇനി നമ്മൾ ഒരുപാട് ഗീവ് അവേസ് ചെയ്യും. നമ്മളുടെ 1K ഗീവ് അവേ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.